ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇത് എന്ത് കേക്കാണെന്നുള്ളത്. റെഡ് വെൽവെറ്റ് കേക്കാണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മുന്നേ ഞാൻ കേക്കിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ റെഡ് വെൽവെറ്റ് കേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ബട്ടർ മിൽക്ക് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഞാനൊരു അരക്കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് വിനാഗിരി ചേർത്തിട്ടുണ്ട്. വിനാഗിരിക്ക് പകരം നമുക്ക് ഒരു സ്പൂണ് നാരങ്ങാനീര് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചാലും മതി. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് കേക്കിലേക്ക് ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കേക്കിലേക്ക് ബാക്കി വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/4 കപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. ഒരു 1/4 പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതായത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരണം. പിന്നെ ഇതിൽ വല്ല തരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കളയും വേണം, എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, തണുത്ത സാധനങ്ങളൊന്നും കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത്. നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ അരിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ചിങ്ങനെ തരി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് എന്തായാലും അരിച്ചെടുക്കണം കേക്ക് ഉണ്ടാക്കുമ്പോൾ. ഇനി അത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ കേക്ക് സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ സമയം എടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് മുട്ടയാണ്. അപ്പോൾ ഒരു 2 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പതഞ്ഞ് വരുന്ന വരെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് നമ്മൾ മൈദ എടുത്ത അതേ കപ്പിലാണ്, ആ കപ്പിൽ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്, പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് പതഞ്ഞ് വരുന്ന വരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയുടെ സ്മെല്ല് മാറുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. വീണ്ടും അതേപോലെ തന്നെ മിക്സ് ചെയ്യുക. ഇനി ചേർക്കുന്നത് ബട്ടറാണ്. ഞാൻ 1/4 കപ്പ് ബട്ടറാണ് ഒഴിച്ചിട്ടുള്ളത്. 1/4 കപ്പ് ബട്ടറും പിന്നെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലുമാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് 1/4 കപ്പ് ബട്ടറും 1/4 കപ്പ് രണ്ടും കൂടെ 1/2 കപ്പ്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി ബീറ്റായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ ബട്ടർ മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ മൈദയുടെ മിക്സും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഹാർഡായിട്ട് പോവും. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഈ പൊടികളൊക്കെ കൂടി ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഹാർഡായിട്ട് പോവുകയും ചെയ്യും. പിന്നെ എയർ ബബിൾസ് വന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഹോൾസ് വരും. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം.
അപ്പോൾ ഈ ബാറ്റർ ഇവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റെഡ് വെൽവെറ്റിനുള്ള റെഡ് കളറ് നമ്മുടെ ഈ മിക്സിലേക്ക് ചേർക്കണം. അപ്പോൾ ഞാൻ ടൈഗറിൻ്റെ ജെല്ലാണ്, റെഡ് കളർ ജെല്ലാണ് ഇവിടെ ചേർക്കുന്നത്. നല്ല റെഡാണ് കേട്ടോ, നല്ല റെഡ് കളറുണ്ട് അത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് കളർ കുറവാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1/4 ടീസ്പൂൺ ചേർത്തു, അപ്പം കളർ കുറവാണ്. അപ്പോൾ നന്നായിട്ട് റെഡ് ആയിട്ടില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂണും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. നല്ല റെഡ് കളറായിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഹീറ്റായി വന്നതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ട്രേയും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് കേക്ക് വെച്ചത്. ഒരു 50 മിനിറ്റ് ഏകദേശം സമയം എടുത്തിട്ടുണ്ട് ഈ കേക്ക് ബേക്കായി വരാൻ. അപ്പോൾ അത് കേക്ക് ഇവിടെ തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്, ഓവർ പൊങ്ങിയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. ഈ കേക്കിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൊടിച്ചെടുക്കാനാണ് മാറ്റി വയ്ക്കുന്നത്. ഇനി വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം ഇത് 250 ml കപ്പാണ്. അതിൽ ഏകദേശം ഒരു 200 ml വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 200 ml വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമിൽ മധുരം കുറച്ച് കുറവാണ്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫ്രീസറിലേക്ക് വെക്കുക. എന്നിട്ട് വീണ്ടും പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. അപ്പോൾ നല്ല സ്റ്റിഫായിട്ടിരിക്കും നമ്മുടെ ക്രീം. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തതിന് ശേഷം ഇടയ്ക്കൊന്ന് ഫ്രീസറിലേക്ക് വെച്ചിരുന്നു. വീണ്ടും എടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തതാണിത്. ഇനിയിപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ 2 കഷ്ണങ്ങളായിട്ട് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ചെറിയ കേക്കാണ്, അതുകൊണ്ട് 2 ലെയറേ ഞാൻ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കേക്കിൻ്റെ ഇത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത കഷ്ണമാണത്. അത് പൊടിച്ചു വെച്ചതാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണ്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ വെച്ച് പുറത്തേക്ക് എടുത്തതാണ് ഇത്. കുറച്ച് നേരത്തിന് ശേഷം ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ടിരിക്കും. ഇനി ഇവിടെ ഈ വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് നിറയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള ഷുഗർ സിറപ്പ് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് റെഡിയാക്കി അത് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് കേക്കിൻ്റെ ബോർഡിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട്. ഇനി ഷുഗർ സിറപ്പ് നേരത്തെ റെഡിയാക്കി വെച്ചതാണ്, അത് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അത് പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം നിറച്ചതാണ്. ഇനി ഇത് നന്നായി സ്പ്രെഡ് ആയതിനു ശേഷം നമ്മൾ അടുത്ത ലെയറും കൂടി ഇതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ കേക്ക് വെക്കുക. ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് അതിൻ്റെ മുകളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ കേക്ക് സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നല്ല മധുരം ഉണ്ടാവും കേക്കിന്. ഇനി ബാക്കി വിപ്പിംഗ് ക്രീം ബാക്കി ഭാഗം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. ഇതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. സൈഡിലും വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ കഷ്ണം പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ മോൾ ഭാഗത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് പൊടിച്ചു വെച്ചിട്ടുള്ള കേക്കിൻ്റെ കഷ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിലും സൈഡ് ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ്, വേറെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണണം, കമൻറ്റുകൾ അറിയിക്കണം. താങ്ക് യു.